ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും 1 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇന്ന് ഞങ്ങൾ ഔട്ടിങ് പോവാണ്. അതെ, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇന്ന് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാരും കാണുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും 1 വർഷം കൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെ, അവനെ കാണുന്നില്ലേ? സോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ വ്ലോഗ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ. അപ്പൊ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അതെ, ബാക്കി നമുക്ക് ഇനി വന്ന വഴി കാണാം. ഓക്കെ, ബൈ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഞങ്ങൾ പോണ വഴിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്ര നല്ല വഴികളൊന്നും ഇല്ല, അത് ഇവിടെ ഉണ്ട്. ആൾക്കാരെ കാണുന്നില്ലെന്ന സത്യത്തിൽ നമ്മളിപ്പോ ശരിക്കും നമ്മള് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ ഇവരോട് ഞങ്ങൾ പൈസ വെച്ചപ്പോൾ 180 തന്നു. പിന്നെ ഞങ്ങളിതിങ്ങനെ തർക്കിച്ച് 150 ആക്കി. ഇനി ഞങ്ങൾ കുറച്ച് ഡേയ്സ് ഒക്കെ വരുവാണ് അടുത്ത മാസം. അപ്പൊ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ വേണം. അപ്പൊ അതിന് വേണ്ടി ശരിയാണ് പോകുന്നത്. അപ്പൊ ആ ഡേയ്സിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ബാക്ക് സൈഡിൽ വ്യൂ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഞങ്ങളപ്പോ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ എല്ലാരും പൈസ ഒക്കെ കൊടുത്തോണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയണെങ്കിൽ. കണ്ടല്ലോ, ഇനി സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾക്ക് ഇവിടെ എന്താ മേടിക്കേണ്ടതെന്ന് ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുകയാണ് ഗൈസ്. എന്താ ചെയ്യുന്നറിയില്ല. അക്കൊക്കെ എന്നെ വേണ്ടി ഇവിടുന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അതിന് കുറെ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ നമുക്ക് ഒന്നും ബോധിക്കുന്നില്ല സീരിയസ്ലി. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒന്ന് ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള 799 ഒരു ചുരിദാർ എടുത്തില്ല, ഒരെണ്ണം ഫ്രീ കിട്ടുന്നില്ല. എല്ലാത്തിനും അത്യാവശ്യം വിലയുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റി ഗൈസ്. ഞങ്ങൾ എടുത്ത വീഡിയോ സ്ലോ മോഷൻ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കേണ്ട അവസ്ഥ വന്നത്. ഹായ് ഗൈസ്. ഫുഡ് ഐറ്റം നമുക്ക് കിട്ടിയാട്ടോ. ഞങ്ങൾ ചെറിയ ഐറ്റംസ് ഇതിൽ ഞങ്ങൾ പ്രതീക്ഷ തെറ്റിച്ചില്ല. ഓരോരുത്തർ കാണിച്ചിട്ട് പോകും. ഞാൻ ആദ്യം ചിക്കൻ കറി വെക്കാനുള്ള വലിയ പാത്രം മേടിച്ചിട്ടുണ്ട്. ഇത് മൊത്തം ബിസ്ക്കറ്റും പിന്നെ ഈ സംഭവം ഡയറ്റിങ് ചെയ്യാനുള്ളതും പിന്നെ ഗാർലിക് പേസ്റ്റ് ആണ്. പിന്നെ എന്റെ കയ്യിൽ ഫുള്ളും ഡ്രസ്സസ് പിന്നെ പില്ലോ കവേഴ്സ് ഒക്കെയാണ്. അവിടെ ഇത് ഫുള്ള് സോപ്പാണ് തേച്ച് കുളിക്കാൻ. എല്ലാം അത്യാവശ്യം കോപ്പറി കിട്ടി. ഞങ്ങൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങള് അവര് സങ്കടപ്പെടുത്തില്ല. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഹാപ്പി. ഒന്നുകൂടി നോക്കട്ടെ എല്ലായിടത്തും എന്തെങ്കിലും കൊണ്ടുപോകുന്നത്. പർച്ചേസിംഗ് കഴിഞ്ഞിട്ടൊന്നുമില്ല. ബില്ലടിക്കണം. അതെ, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് തിന്നെ ഗൈസ്. ഞങ്ങൾ മേടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യത്തിലേറെ ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഇത്രയും രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഗൈസ്. കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇത്രയും കൂടുതൽ മേടിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രമല്ല, ഞങ്ങളെ ബാഗിലും കൂടെ അടുത്ത സ്റ്റോക്ക് കിടപ്പുണ്ട്. ഞങ്ങക്ക് ബില്ലടിച്ചത് 4000ക്ക് മുകളിൽ പോയി. പക്ഷെ ഓഫറൊക്കെ വന്നിട്ടാന്ന് തോന്നുന്നു. അത് 4000 കറക്റ്റ് 4000 ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഡ്രസ്സും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇവിടുത്തെ ഒരു വലിയ കളക്ഷൻ ഞങ്ങൾ കണ്ടില്ല. ബാക്കി സാധനങ്ങളൊക്കെ കൊള്ളാം. അതെ, ഞങ്ങൾ കൂടുതലും എടുത്തത് തിന്നാനുള്ള സാധനങ്ങളൊക്കെ. അതെ, ഞങ്ങൾക്ക് അതായിരുന്നു ഇമ്പോർട്ടന്റ്. ഞങ്ങളുടെ ഹോസ്റ്റൽ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അതായിരുന്നു. ഞങ്ങൾ ചട്ടി മേടിച്ച് കഴിച്ചു ചിക്കൻ കറി. അതെ. ഞങ്ങളിപ്പോ ചോളം കയറ്റാൻ വേണ്ടിട്ട് അവര് ചോളം എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. മസാലയൊക്കെ കയറ്റുന്നുണ്ട്. മസാലയൊക്കെ തേക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും പോപ്കോൺ കഴിച്ചോണ്ടിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ജൂലി തിരക്കിലായതുകൊണ്ട് ജൂലി ക്യാമറയിൽ വരുന്നില്ല. ഈ അറ്റ്മോസ്ഫിയർ കൂടെ കണ്ട് ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്.
തെരുവോരങ്ങളിലാണ് ഞങ്ങൾ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കാണിക്കാം. ഈ കരിമ്പുണ്ടാക്കുന്ന പുള്ളിയുടെ അവിടെ ഞങ്ങൾ ഇത് കഴിച്ചോണ്ടിരിക്കുന്നത്. നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ എൻജോയ്മെന്റ് ആണ്, ഇവിടെ ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇതാണ് ബാഗൽകോട്ടിന്റെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ എത്ര ഗൈസ്, അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ മൈൽഡായിട്ട് ചെറുതായിട്ട് ഞങ്ങള് സ്നാക്സും കുറച്ച് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടുത്തെ ഒരു മഹാറാണി എന്ന് പറയുന്ന മലയാളി റെസ്റ്റോറൻ്റ് അല്ല, ഒരു ബേക്കറിയിൽ വന്നേക്കാണ്. ബാക്കിയുള്ളവരെ കാണിച്ചു തരാം, ഇങ്ങനെ കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങള് കരിഞ്ഞു പോയി ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, പബ്സ് ഒക്കെ കഴിച്ചു. മഴയൊക്കെ ഫുള്ളായിട്ടാണെങ്കിൽ പിന്നെയും നടക്കുവാണ് പച്ചക്കറി ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പർച്ചേസ് കൂടെ ഉണ്ട്. ഞാൻ ഈ വഴി നിങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം, കണ്ടുപോക്ക്. ഇതാണ് ഞങ്ങൾ പോകുന്ന വിജനമായ വഴി. അതാണ് നമ്മുടെ ചന്ത, ബാഗൽകോട്ട് ചന്തയാണ് അത്. പക്ഷെ അവിടെ എല്ലായിടത്തും ഏറ്റവും വലിയ അവിടെ ചെന്നിട്ട് ഫ്രൂട്ട്സിന് മാത്രം. നമ്മളിപ്പോൾ ചന്തയിൽ എത്തിയൊരു വ്യൂ ആണ്. ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വൈകുന്നേര സമയമായതുകൊണ്ട് അത്ര ആൾക്കാരൊന്നും ഇല്ല, എങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും. ഈ കാണുന്ന എല്ലാം തന്നെ ഓരോരോരോ കടകള്, ഓരോ കച്ചവടക്കാരുമാണ്. പിന്നെ ഇവിടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വില പേശി സാധനങ്ങളൊക്കെ വാങ്ങാം. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, നമ്മൾ പറയണ ഒരു വിലയ്ക്ക് അവർ സാധനങ്ങളൊക്കെ തരും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ GPay പോലും ഇല്ല, നമ്മുടെ കയ്യിലാണെങ്കിൽ പൈസ ഉണ്ടായിരുന്നില്ല, അതാണ് കുഴപ്പം. ഫൈനലി നമ്മളൊരു കട കണ്ടുപിടിച്ചതിന്റെ സന്തോഷമാണ് ഇപ്പൊ കണ്ടത്. GPay ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പെറുക്കി എടുക്കുക. പിന്നെ ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതേ ഒരു ചെമ്മരിയാടെ കണ്ടത്. പിന്നെ ഞങ്ങൾ അതിനെ വായി നോക്കിയപ്പോഴാണ് ഈ അപ്പൂപ്പനെ കണ്ടത്. ഈ അപ്പൂപ്പനൊരു സന്യാസം എന്തോ സംഭവം തോന്നുന്നു, എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുള്ള ആൻറ്റിമാരോടൊക്കെ കഥയൊക്കെ അടിച്ച് ആ വഴി ഈ വഴിയൊക്കെ നടന്നു തുടങ്ങി. ഗായ്സ്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ചന്തയില് 90% ആൾക്കാർക്കും ഗൂഗിൾ പേ ഇല്ല. ഞങ്ങളുടെയിലാണെങ്കിൽ പൈസ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കുക. അക്കിക്കാണെങ്കിൽ ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് അലർജിയും പിടിച്ചിട്ടുണ്ട്. കത്തിപ്പൊളിക്കുകയാണ് ഗൈസ്, ഇവിടെ തീ വരുന്നുണ്ട്. ഗൈസ്, ഞങ്ങളുടെ ബാക്കിൽ കാണുന്നത് ചിക്കൻ ഷോപ്പാണ്. ഉറപ്പാകും, കാരണം അത്ര സ്മെല്ലാണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഭയങ്കര സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഓവർ സ്മെല്ലാണ് അവിടെ. ഞങ്ങൾക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. അയ്യോ, പൊട്ടോളം കാണുന്നത്. ഞങ്ങളുടെ അവസ്ഥ ഇതായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ചിക്കനും ലിവറും മേടിക്കാനുള്ള പുറപ്പാടാണ്. ഇനി ഞങ്ങൾ തിരിച്ചു പോയിട്ട് കാണാം. ബൈ. ഇതാണ് ഇവിടുത്തെ ചിക്കൻ കട. ഭയങ്കര സ്മെല്ലായിരുന്നു, ഞങ്ങൾക്കൊന്നും അവിടെ നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. സ്മെല്ലിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ തന്നെ ഒരു തോട് പോകുന്നുണ്ട്, അതിന്റെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വഴിയൊന്നും അറിയില്ല, പുള്ളിക്കാരൻ കൊണ്ടാക്കൂന്ന് പറഞ്ഞിട്ട് ഇത് എവിടെയാ പോകുന്നതെന്ന് പോലും അറിയില്ല. അതാണ് ഈ എല്ലാരും കൂട്ടി പറയുന്നത്. ഈ പുള്ളി മാത്രം ഞങ്ങളോട് 20 രൂപ പറഞ്ഞ് കയറ്റിയിരിക്കുന്നത്, ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് റൂമിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ടയേർഡായി ഗൈസ്. ഞങ്ങൾ പോയ ആ ഒരു ലുക്കേ അല്ല, നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. മുടി കലമ്പി എല്ലാം ഒട്ടും വയ്യ. ഇനി ഞങ്ങൾക്ക് എല്ലാം ഒന്നേന്ന് തുടങ്ങാനുണ്ട്. എല്ലാ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കുറെ ഫുഡ് ഐറ്റംസ് കിട്ടി. സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും ഫുഡ് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു, കുറെ ഐറ്റംസ് മേടിച്ചോണ്ട് വന്നു. എന്നാൽ ഞങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം കിട്ടി. ഡ്രസ്സ് കിട്ടിയില്ലെങ്കിലും ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനി കുക്ക് ചെയ്ത് കഴിക്കണത്. ഇനി കുക്കിംഗ് ആണ് ഏറ്റവും വലിയ അടുത്ത പണിയാണ്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി എന്തും ചെയ്യത്തുള്ളൂ. കുറച്ച് ക്ലിപ്സ് കട്ടായി പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചില സമയത്ത് എടുക്കാൻ പറ്റില്ല, കാരണം ഫുള്ളും കവർ ആയിരുന്നു ഞങ്ങളുടെ കയ്യില്. സോ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങള് സേഫ് ആയിട്ട് കയ്യിലൊന്നും ഇല്ലാതെ പോയി. ഞങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും 1-2 കവർ ചെയ്ത് ഞങ്ങൾ തിരിച്ചു കയറി വന്നിരിക്കുന്നത്. ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല, മുറിയൊക്കെ ഭയങ്കര അലമ്പാടി അടക്കില്ല. ഞങ്ങൾ കാണിച്ചാൽ എന്തൊക്കെയാ കൊണ്ടുവരുന്നുള്ളത്.
അപ്പൊ ഇനി ഞങ്ങളുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഞങ്ങളുടെ വീഡിയോസ് കാണാനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.